ഒടിയൻ ഒടിയൻ വന്നിട്ട് ഇവിടെ കോഴിയായിട്ടും ആടായിട്ടും ഒക്കെ വന്നിട്ട് ഉപദ്രവിക്കാറുണ്ടായിരുന്നു. പാലക്കാട് ജില്ലയിലെ കൊടുവായൂരിനും പല്ലശ്ശനയ്ക്കും മധ്യ സ്ഥിതി ചെയ്യുന്ന കാപ്കിയൂർ എന്ന ഗ്രാമത്തിലെ പള്ളിയിൽ തറവാടും അവിടുത്തെ വിശേഷങ്ങളുമാണ് വില്ലേജ് സഫാരിയിലൂടെ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് പള്ളിയിൽ തറവാടിന്. ചിറ്റൂർ താലൂക്കിലെ മിക്ക പുരയിടങ്ങളുടെ അടിയാധാരങ്ങളിലും പള്ളിയിൽ തറവാടിൻ്റെ പേര് രേഖപ്പെടുത്തിയതായി കാണാം. 2008 ഈ തറവാട് പഴമയുടെ ഭംഗി ഒട്ടും ചോരാതെ പുതുക്കി പണിതിട്ടുണ്ട്. തികച്ചും പഴയ നിർമ്മാണ രീതികൾ ഉപയോഗിച്ച് തന്നെയാണ് തറവാട് പുതുക്കി പണിതത്. അതിനുശേഷം തറവാട്ടിലെ മുഴുവൻ കുടുംബാംഗങ്ങളുടെയും ഒരു സംഗമവും ഇവിടെ നടത്തുകയുണ്ടായി. ഈ തറവാടിൻ്റെ പൂമുഖത്ത് ഇവിടുത്തെ താവഴികളുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന ചിത്രങ്ങളും നമുക്ക് കാണാൻ കഴിയും. 18ാം നൂറ്റാണ്ടിന് മുതൽക്കുള്ളത് ഫാമിലി ട്രീ. അപ്പോൾ ഇതിൽ 7 തലമുറ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മരിച്ചതും എല്ലാം ചേർത്ത് 380+ ആൾക്കാരില്ല. അപ്പോൾ ഇതിൽ മരിച്ചവരുടെ ഫോട്ടോകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, കിട്ടുന്നതല്ല. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ജനിച്ച് വരുമ്പോൾ പുതിയ പുതിയ പേരിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എവരി 3-4 ഇയേഴ്സ് ഇതിങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും. ഇത് ഒരു തായ്വഴി, അത് വേറൊരു തായ്വഴി, അത് 3 തായ്വഴിയാണ്. ഒന്ന് പത്തായപ്പുര, ഇത് പള്ളിയിൽ തറവാടിൻ്റെ, പിന്നെ അത് പള്ളിയിൽ പത്തായപ്പുര, പിന്നെ അത് പള്ളിയിൽ കുളപ്പുര. കുടുംബസംഗമം നടന്നപ്പോൾ എടുത്ത ഫോട്ടോ ഉണ്ട്. പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരത്തിലുള്ള മിത്തുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒടിയൻ്റെ കഥകളുമായി ബന്ധപ്പെട്ട മിത്തുകൾ. പള്ളിയിൽ തറവാടിനും പറയാനുണ്ട് അങ്ങനെയൊരു കഥ. ഒരു കാലത്ത് പള്ളിയിൽ തറവാട്ടുകാരെ അപായപ്പെടുത്തുവാനായി 2 പേർ ഒടിവേഷം ധരിച്ച് കാളയുടെ രൂപത്തിൽ വന്നുവെന്നും എന്നാൽ തറവാട്ടുകാരനവന്മാർ അവരെ പുലരും വരെ കണ്ടത്തിൽ ഉഴുതാൻ ഉപയോഗിക്കുകയും അവസാനം ശരീരം തളർന്ന് അവർ തെറ്റേറ്റുപറഞ്ഞ് മടങ്ങിപ്പോവുകയും ചെയ്ത ഒരു കഥ ഈ തറവാട്ടിലെ അംഗങ്ങൾക്ക് നമ്മളോട് പറയാനുണ്ട്. ഒടിയൻ വന്നിട്ട് ഇവിടെയുള്ളവരെയൊക്കെ രാത്രി നേരത്ത് വന്ന് ഉപദ്രവിക്കുന്നത് കോഴിയായിട്ടും ആടായിട്ടും ഒക്കെ വന്നിട്ട് ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാരണന്മാർ 2 കൂടി പോയി അവരെ അവിടെ നിർത്തിയിട്ട് കന്നുകൂട്ടി. ഈ ഉമ്മർത്തെ കണ്ടത്തിൽ അവർ നേരം വെളിച്ചം വെക്കുന്നത് വരെ അവരെ കന്നുകൂട്ടി. എന്നിട്ട് നേരം വെളിച്ചം വന്നപ്പോൾ അവരിനി ഒടിയൻ്റെ സാധനം എന്താ കൊടുത്താൽ ശരിക്കും മനുഷ്യൻ്റെ രൂപം കാണുമെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് തമ്പുരാനെ ഇനി ഞാൻ ഇവിടെ വരില്ല, ഈ തറവാട്ടിലേക്ക് ഒടിവശവും കടിവശവും ഇല്ലാണ്ട് കോട്ടയെന്നും പറഞ്ഞിട്ട് അവർ ആ പടിക്കൽ അവിടെ നിന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി. പിന്നെ കേട്ടിട്ടില്ല. പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് ഈ കണ്യാർകളി. കണ്യാർകളിയുടെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരന്മാരിൽ അതിൽ പഠനം നടത്തുകയൊക്കെ ചെയ്യുന്ന കലാകാരന്മാരിൽ ഒരാളാണ് കുട്ടേട്ടൻ. കുട്ടേട്ടൻ ഈ തറവാട്ടിൽ നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ആളാണ്. കുട്ടേട്ടൻ്റെ ശരിക്കും പേര് ഷഡാനൻ ആലിക്കത്ത് എന്നാണ്. കുട്ടേട്ടൻ ഒരു പ്രശസ്തനായ ചിത്രകാരൻ കൂടിയാണ്. കുട്ടേട്ടൻ്റെ ഒരു നിരവധി 100 കണക്കിന് പെയിന്റിങ്ങുകളുണ്ട്. അതിലൊരു ചിത്രമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെ ധാരാളം ചിത്രങ്ങളുണ്ട്. പിന്നെ കുട്ടേട്ടൻ ചെയ്ത വേറൊരു വർക്ക് നമുക്ക് ഈ വാതിൽപ്പടിയിലെ മുകളിൽ കാണാം. നമ്മുടെ വാതിലിൻ്റെ മുകളിൽ ഇവിടെ ഞാൻ എൻ്റെ മുത്തശ്ശി പറയുന്നത് കേട്ടിരിക്കുന്നത് ആദ്യം ഇത് പട്ടപ്പരയായിരുന്നു. പിന്നീട് അത് മുത്തശ്ശി ഈ ഓട് മേഞ്ഞ ശേഷം മുത്തശ്ശിയാണ് ആദ്യം ഇവിടെ പ്രസവിച്ചിരുന്നത്. 4000 പേർക്ക് 4000 പേർ പാട്ടം കിട്ടുന്നത് അല്ലേ? 4000 പേർ പാട്ടം കിട്ടും. ശരി. പഴയ തറവാടുകളുടെ ചരിത്രം രാജവംശങ്ങളുമായി ബന്ധപ്പെട്ട തറവാടുകളുടെ ചരിത്രം കൂടിയാണ്. പള്ളിയിൽ തറവാട്ടുകാർക്കും പറയാനുണ്ട് ഇങ്ങനെയൊരു ചരിത്രത്തിൻ്റെ കഥ. പഴയ വള്ളുവനാട് താലൂക്കിലെ മണ്ണാർക്കാടിനടുത്തുള്ള നീർപുത്തൂർ രാജവംശവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബമുണ്ടായിരുന്നു. സാമൂതിരിയുടെ വെട്ടിപ്പിടി കാലത്ത് അവർ അവിടെ നിന്ന് പലായനം ചെയ്യുകയും
പാലക്കാട്ട് വന്ന് ഒരു വ്യാപാരി കുടുംബമാവുകയും ചെയ്തു. ഈ വ്യാപാരി കുടുംബമാണ് ഈ പള്ളിയിൽ തറവാട് സ്ഥാപിച്ചത്. കാവും കുളവും ആചാരങ്ങളും അതിൻ്റെ തനിമ ചോരാതെ ഇപ്പോഴും സംരക്ഷിച്ചു വരുന്നു. പള്ളിയിൽ തറവാടിൻ്റെ പുതുതലമുറ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ് ഇവ സംരക്ഷിച്ച് നടപ്പാക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പള്ളിയിൽ തറവാടിൻ്റെ മുകൾ ഭാഗത്താണ്. ഇതൊരു 4 കെട്ടാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തും അനേകം റൂമുകളുണ്ട്. 12ഓളം മുറികൾ മുകൾ ഭാഗത്ത് തന്നെ ഉണ്ട്. താഴെ 8ഓളം മുറികളും. അപ്പോൾ നമുക്ക് മുകളിലെ കാഴ്ചകൾ കാണാം. കാരണവന്മാരെ കുടിയിരുത്തിയ മച്ചാണ്. എല്ലാ ആണ്ടിലും ഇവിടെ പൂജകൾ നടക്കാറുണ്ട്. ഇത് തറവാട്ടിലെ മണിയാറാണ്. ഇവിടെ നടക്കുന്ന എല്ലാ കല്യാണങ്ങളുടെയും ആദ്യത്തെ ഫസ്റ്റ് നൈറ്റ് ഈ റൂമിലാണ്. ഇനി ഇതിനകത്ത് വേറൊരു റൂമും കൂടി. ഇവിടുത്തെ കാരണവന്മാർ പറയുന്നത് ഏതാണ്ട് 100ഓളം കല്യാണങ്ങളെങ്കിലും ഈ തറവാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും. അതായത് 100ൽ കുറയാത്ത വധൂവരന്മാർക്ക് കല്യാണ അറയായിട്ട് പ്രവർത്തിച്ചത് ഈ കല്യാണ അറയായിരുന്നു. ഇതിൻ്റെ വേറെ ഭിത്തികളെല്ലാം തന്നെ അതൊക്കെ മരപ്പലക കൊണ്ടുണ്ടാക്കിയതാണ്. ഇതൊന്നും കോൺക്രീറ്റോ സിമെൻറ്റോ കല്ലൊന്നുമല്ല. ഇതെല്ലാം ഭിത്തികളൊക്കെ തന്നെ എല്ലാം മരപ്പലകൾ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിവിടെ ഇപ്പോൾ നമ്മൾ പുതിയ കാലത്തൊക്കെ നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം എന്നൊക്കെ പറയുമല്ലോ, എന്നാൽ അന്നതിന് ഓവറാന്നാണ് പറയുക. അപ്പോൾ ഓവറയിലേക്കുള്ള വഴിയാണ് ഈ കാണുന്ന ചെറിയ വഴി. ഇവിടെയാണ് ഓവറ തയ്യാറാക്കിയത്. ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് മംഗളപത്രങ്ങളാണ്. അതായത് ഈ തറവാട്ടിൽ നിന്നും കല്യാണം കഴിഞ്ഞു പോകുന്ന പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന മംഗളപത്രമാണ്. ഇത് 1965 1958 അത് വളരെ പഴക്കമുള്ള മംഗളപത്രങ്ങളാണ്. നിരവധി ശ്ലോകങ്ങൾ അടങ്ങിയതാണ് ഈ മംഗളപത്രം. ഇത് വിവാഹ ദിവസം ഈ വധുവിനെ ഇത് ഏൽപ്പിക്കുകയും പിന്നീട് അവരുടെ സൗകര്യം പോലെ നല്ല രീതിയിൽ അതിനെ സൂക്ഷിച്ച് സംരക്ഷിച്ച് വയ്ക്കുകയും ചെയ്യാണ് ചെയ്തത്. ഇത്രയും പഴക്കമുള്ള മംഗളപത്രങ്ങളൊക്കെ വളരെ അപൂർവമാണ്. ഇങ്ങനെയുള്ള ചില തറവാടുകളിൽ ഇത് കാണാറുള്ളൂ. ഇവിടെ 2012 ഈ തറവാടിന്റെ ഒരു കുടുംബ സംഗമം നടക്കുകയുണ്ടായി. അപ്പോൾ പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ വന്ന് ഒത്തുചേരുകയാണ്. അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള മുറികളുടെ സൗകര്യത്തിന് വേണ്ടി ഈ മുകളിലത്തെ നിലയിലെ 12 മുറികൾക്ക് നമ്പർ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ കാണാം, നമ്പർ 2 കാണാം, അപ്പുറത്ത് 3, 4, 5 അങ്ങനെ ഈ നിലയിൽ 12 മുറികൾ ഈ പുറമേ നിന്ന് വന്ന കുടുംബാംഗങ്ങൾക്ക് താമസിക്കാനായി ഇവർ നമ്പർ ഇട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. താഴെ 8 മുറികളുണ്ട്. ആ താഴെ 8 മുറികളിൽ ഇവിടെയുള്ളൊരു നിലവിൽ തന്നെ പലരും അതിൽ താമസമുണ്ട്, ഓക്യുപ്പൈഡ് ആണ്. കന്യാർകളി മഹോത്സവത്തോടനുബന്ധിച്ച് കന്യാർകളിയുടെ 3-ാം ദിവസം കളി കഴിഞ്ഞിട്ട് ദേശക്കാരെല്ലാവരും തന്നെ പൂവാറിൽ കഴിഞ്ഞ് ഈ നടുമുറ്റത്ത് എത്തിച്ചേരുകയും ഇവിടെ 3 വട്ടം വട്ടക്കളി കളിക്കും. വട്ടക്കളി കളിച്ചതിന് ശേഷം ഇവിടുത്തെ കളിയച്ഛന് ദക്ഷിണ പൊലിക്കും. ദക്ഷിണ കൊടുക്കുക എന്നല്ല പറയുക, ദക്ഷിണ പൊലിക്കുക എന്നാണ് പറയുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാദ്യ കലാകാരന്മാരൊക്കെ തന്നെ ഇവിടെ നിന്നും ഈ തറവാട്ടിൽ നിന്നും ദക്ഷിണ പൊലിക്കാറുണ്ട്. അങ്ങനെയാണ് കണ്യാർ കളിയുടെ 3-ാം ദിവസം ഈ പ്രദേശത്ത് അവസാനിക്കും. പാലക്കാടിൻ്റെ തനതു കലാരൂപമായ കണ്യാർകളിയെ ജനകീയമാക്കുന്നതിൽ പള്ളിയിൽ തറവാട് മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. ഈ തറവാട്ടിലെ പുതുതലമുറക്കാർ പോലും ഈ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പോലും പള്ളിയിൽ തറവാട്ടിലെ കലാകാരന്മാർ കണ്യാർകളെ അവതരിപ്പിച്ചിട്ടുണ്ട്. കുട്ടേട്ടൻ്റെ സൃഷ്ടികൾ ശില്പങ്ങളായും ചിത്രങ്ങളായും കാക്കിയൂരിന് സമീപത്തും പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും കാണാൻ കഴിയുന്നതാണ്. കളക്ട്രേറ്റിലെ കളക്ടറുടെ ചേംബറിലും അതേപോലെ തന്നെ ചിറ്റൂർ മുനിസിപ്പാലിറ്റിക്ക് മുൻവശത്തുള്ള ശില്പങ്ങളും അതോടൊപ്പം മുനിസിപ്പൽ ഹാളിലുള്ള ചിത്രങ്ങളും പല വീടുകളിലെ കൊത്തുപണികളും കുട്ടേട്ടൻ്റെ തനത് കലാരൂപങ്ങളായി കാണാൻ കഴിയുന്നതാണ്. പള്ളിയിൽ തറവാടുമായി അടുത്ത ബന്ധമുള്ള കുട്ടേട്ടൻ്റെയും അദ്ദേഹത്തിൻ്റെ ചിത്രകലയെയും ശില്പകലയെയും അതേപോലെ തന്നെ പിന്തുടരുന്ന മകൻ പ്രമോദ് പള്ളിയിലിനെയും ഇനി നമുക്ക് പരിചയപ്പെടാം.
പള്ളിയിൽ തറവാട് പരിചയപ്പെടുമ്പോൾ പുതിയ തലമുറയ്ക്ക് ഏറെ സുപരിചിതനായ ശില്പിയും ചിത്രകാരനും നാടൻ കലാഗവേഷകനുമൊക്കെയായ കുട്ടേട്ടൻ എന്നറിയപ്പെടുന്ന ഷഡാനനൻ ആനിക്കത്ത് മാഷയുടെ സംഭാവനകൾ കൂടി നാം തീർച്ചയായും പരിചയപ്പെടേണ്ടതുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി കുട്ടേട്ടൻ്റെ മകനും ശില്പിയും ചിത്രകാരനുമൊക്കെയായ പ്രമോദ് പള്ളിയിൽ എന്ന ഓമനക്കുട്ടൻ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ കുട്ടേട്ടൻ്റെ വിശാലമായ കലാപ്രപഞ്ചത്തിലേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. അച്ഛൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കാക്കൂർ പള്ളിയിൽ തറവാട്ടിൽ നിന്നാണ്. അച്ഛൻ്റെ അമ്മാൻ്റെ മകളായ ശകുന്തള പള്ളിയിലാണ് എൻ്റെ അമ്മ. ഞങ്ങൾ 4 പേരാണ് മക്കൾ. എനിക്ക് 3 ചേച്ചിമാരാണ്. അച്ഛൻ കൂടുതൽ കാലവും ചിത്രകലയും കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിച്ചത് തത്തമംഗലത്ത് തന്നെയാണ്. തത്തമംഗലത്ത് ആനിക്കത്ത് വീടാണ് അച്ഛൻ്റെ വീട്. അങ്ങനെയാണ് ഷഡാനൻ ആനിക്കത്ത് എന്ന പേര് വന്നു. അച്ഛൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ശൈലി താന്ത്രിക ശില്പകലയാണ് അച്ഛൻ ഇഷ്ടപ്പെട്ടിരുന്നത്. താന്ത്രിക്കിലുള്ള ചിത്രങ്ങളും പിന്നെ താന്ത്രിക രൂപത്തിലുള്ള ശില്പങ്ങളും അച്ഛൻ നിർമ്മിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടെ തന്നെ മോഡേൺ ആർട്ടിൻ്റെയും അച്ഛന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോഡേൺ ആർട്ടിലൊക്കെ രൂപകൽപ്പന ചെയ്ത ഒരു നർത്തകിയുടെ ഒരു ശില്പരൂപമാണ് ഇത്. ഇത് സാധാരണ രീതിയിലുള്ളൊരു സ്ത്രീയുടെ ഒരു അനാട്ടമി അങ്ങനെ രൂപപ്പെടുത്തിയിട്ടില്ല. അതല്ലാണ്ട് ഒരു അച്ഛൻ്റേതായ ശരീരം മോഡേൺ ആർട്ടായിട്ടാണ് ഇങ്ങനെയുള്ള ശില്പങ്ങൾ ചെയ്തിരിക്കുന്നത്. ശില്പകലാരംഗത്ത് കുട്ടേട്ടൻ തീർത്ത വിസ്മയങ്ങളുടെ ഒരു ലോകമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിൽ പനമ്പഴത്തിൽ തീർത്തത്, വേരുകളിൽ തീർത്ത ശില്പങ്ങൾ, മണ്ണിൽ തീർത്ത ശില്പങ്ങൾ, പനയിൽ തീർത്ത ശില്പങ്ങൾ, മുളന്തണ്ട് തുടങ്ങി പാഴ്വസ്തുക്കൾ എന്ന് കരുതി നമ്മൾ പലപ്പോഴും അവഗണിച്ചു തള്ളുന്ന പ്രകൃതിയിലെ പലതും കുട്ടേട്ടൻ്റെ കൈകളിലെത്തുമ്പോൾ അപൂർവ സുന്ദരങ്ങളായ ശില്പങ്ങളായി മാറുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. സാധാരണ ചിരട്ട വരെ ഇവിടെ അതിമനോഹരമായ ശില്പമായി മാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കലാരൂപങ്ങളെല്ലാം തന്നെ ഒരു തലമുറയോടുകൂടി അന്യം നിന്നു പോകുന്നു എന്ന ഒരു വർത്തമാനം, ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഉയരാറുണ്ട്. പക്ഷേ കുട്ടേട്ടൻ്റെ കാര്യത്തിൽ അത് അപ്രസക്തമാവുകയാണ്. കുട്ടേട്ടൻ്റെ മകൻ പ്രമോദ് പള്ളിയിൽ മിനിയേച്ചർ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ശില്പകലയിലുമൊക്കെ തന്നെ ആധുനികമായ കുറേ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഈ കാലത്തിനനുസരിച്ചുള്ള നിരവധി പുതുമകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പലതരം രൂപങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അത് ഇവിടെയൊക്കെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും. 2017 കളിയച്ചൻ പറഞ്ഞ സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് തിരുവനന്തപുരത്ത് അവാർഡിൻ്റെ ആ സമയത്ത് തന്നെ അവിടെ നിന്ന് വരച്ച ഞാൻ കണ്ട കളിയച്ചൻ എന്ന ചിത്രമാണ് ഇത് ഓയിൽ പെയിൻറ്റിങ്ങിൽ ചെയ്തിരിക്കുന്നത്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ രചനയും കഥയും എല്ലാം ഫറൂഖ് അബ്ദുൾ റഹ്മാൻ അച്ഛൻ്റെ സുഹൃത്തു കൂടിയായ ഫറൂഖ് സാറുടെ ആണ് ഈ ഇത് കുചേലവൃത്തം ആണ് അച്ഛൻ വരച്ചുകൊണ്ട് ഇരുന്നതാണത്. പക്ഷേ അച്ഛന് ഇത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. പൂർത്തിയാക്കാണ്ടായി ബാക്കി വെച്ച ഒരു ചിത്രം കൂടിയാണത്. ഇതും ബാക്ക്ഗ്രൗണ്ടിൽ അച്ഛൻ്റെതായ ഒരു ശൈലി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ വ്യത്യസ്തമായ പാറ്റേണുകൾ കൊടുത്തുകൊണ്ട് ആണത് വർക്ക് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. എന്താണ് അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നതെന്നുള്ളത് വ്യക്തമല്ലാത്തത് കൊണ്ട് ഇന്നും പൂർണ്ണമാവാതെ ഈ പെയിൻറ്റിങ് ക്യാൻവാസിൽ ഇരിക്കുന്നുണ്ട്. നാടൻ കലാരംഗത്ത് ഉള്ളതിൽ പൊറാട്ടം കളിക്കാർ അവരുടെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പൊറാട്ടം കളി ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങിപ്പോകുന്ന പാലക്കാട് ജില്ലയുടെ ഉൾഗ്രാമങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു കലാരൂപമായിട്ട് ഉണ്ടായിരുന്നതാണ് പൊറാട്ടം കളി. അതിൽ നിന്നും അത് വേറിട്ട് പുറം ലോകം അറിയുന്ന രീതിയിലേക്ക് അത് മാറാൻ സാധിച്ചു. കണ്യാർകളിയിലെ ഈ പൊറാട്ടുകളിലുള്ള ജാതിപ്പേരുകൾ മാറ്റുന്നതിന് കുട്ടേട്ടൻ ശ്രമിച്ചിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ പാണനും പാണത്തി എന്നുള്ള പേരൊക്കെ പോയി രക്കനും രക്കിയും എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ കണ്യാർകളി ഫോക്ക്ലോർ
എന്ന ശാഖയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കുട്ടേട്ടൻ്റെ വലിയൊരു ശ്രമം ഉണ്ടായിരുന്നു. ഫോക്ലോർ അക്കാദമിയുടെ അംഗമായിരുന്നു കുട്ടേട്ടൻ. AK നമ്പ്യാരായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ കുറേ കൂടി ജനകീയമാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് പല്ലശ്ശനയിലെ കണ്ണിയാർകളി ആശാനായ മഠത്തിൽ ശിവശങ്കരൻ നായർ ഈ മറ്റേ ഫോക്ലോർ അവാർഡൊക്കെ ആദ്യം കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ദ്വാരകാകൃഷ്ണൻ എന്നുള്ള ആശാനും പിന്നീട് അവാർഡ് കിട്ടുന്നത്. അത് പിന്നെ വിദേശത്തൊക്കെ കണ്ണിയാർകളി അവതരിപ്പിച്ചുകൊണ്ട് കുറേ കൂടി കണ്ണിയാർകളിയെ ജനകീയമായി മാറി ഒരു ഫോക്ലോർ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വലിയൊരു സംഭാവന കുട്ടേട്ടന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പാലക്കാട് ജില്ലയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കണ്ണിയാർകളി എന്ന കലാരൂപത്തെ വിദേശത്തടക്കം അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് സഹായിച്ചു എന്നുള്ളതാണ്. പള്ളിയിൽ തറവാടിനെ കുറിച്ച് പറയുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിത്വമാണ് കുട്ടേട്ടൻ എന്ന ഷഡാനനൻ ആനിക്കത്ത്. ചിത്രകലാരംഗത്തും ശില്പകലാരംഗത്തുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ മഹത്തായ സംഭാവനകളാണ് നാം പരിചയപ്പെട്ടത്. ഇനി നമുക്ക് പള്ളിയിൽ തറവാടിൻ്റെ മറ്റു ചരിത്രവും വിശേഷങ്ങളും കാണാം. പള്ളിയിൽ തറവാട്ടുകാരുടെ ദേവകി മെമ്മോറിയൽ സീനിയർ ബേസിക് സ്കൂൾ ഇന്ന് ചിറ്റൂർ താലൂക്കിലെ തന്നെ പ്രമുഖ വിദ്യാലയങ്ങളിലൊന്നായി അന്തർദേശീയ നിലവാരത്തിലേക്ക് കുതിക്കുകയാണ്. പള്ളിയിൽ തറവാടിൽ മറ്റ് പല തറവാടുകളിലും കാണുന്ന പോലെ തന്നെ വെളുത്തേൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. എല്ലാ വർഷവും തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി സൗകര്യപ്രദമായൊരു ദിവസം അവിടെ പൂജ നടക്കാറുണ്ട്. അതിനു പുറമെ തറവാട്ടിലെ കന്യകമാരെ പ്രതിഷ്ഠിച്ച ഒരു ഇടവും നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ എല്ലായിടങ്ങളിലും തന്നെ ഒരേ ദിവസമാണ് പൂജ നടത്താറുള്ളത്. അതിനൊരു നിശ്ചിത ദിവസം പറയാറില്ല. പകരം തറവാടിലെ അംഗങ്ങൾക്കെല്ലാം സൗകര്യപ്രദമായൊരു ദിവസം കൂടുകയും ഇവിടെ പ്രതിഷ്ഠിച്ചിരുന്ന കന്യകമാർക്കും വെളുത്തേനും അതുപോലെ തന്നെ യോഗീശ്വരനുമൊക്കെ തന്നെ പൂജകൾ സ്ഥിരമായി എല്ലാ വർഷവും നടത്താറുണ്ട്. പള്ളിയിൽ തറവാട് കലാ, സംസ്കാരം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ചരിത്രവും മിത്തും ഇടകലർന്ന് കിടക്കുന്ന പള്ളിയിൽ തറവാടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് തൊട്ടുതായുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു കാഴ്ചയുമായി വില്ലേജ് സഫാരി വീണ്ടും എത്തും.